ഹായ് ഫ്രണ്ട്സ്, PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള PSC അടുത്തിടെ പുറത്തിറക്കിയ 65-ാം വാർഷിക വിശേഷാൽ പതിപ്പിലെ വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ പദ്ധതികളാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് ആരോഗ്യ പദ്ധതികൾ. മിക്കവാറും ചോദിക്കാറുണ്ട് ആരോഗ്യ പദ്ധതികളിൽ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നത് അല്ലേ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ വായുവിലൂടെ പകരാതിരിക്കാൻ തൂവാല പൊത്തിപ്പിടിച്ച് യൂസ് ചെയ്യാം അല്ലെ. തൂവാല വിപ്ലവം ഞാനിത് കണക്ട് ചെയ്യാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തിനാണ് തൂവാല? അപ്പോൾ തൂവാല വിപ്ലവം എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത് നമുക്ക് മനസ്സിലാവുമല്ലോ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഇനി സുകൃതം പദ്ധതി, ഇത് പഴയ പദ്ധതിയാണ് നമുക്കറിയാം. സുകൃതം പദ്ധതി ക്യാൻസറുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയാം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സുകൃതം പദ്ധതി ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ സാന്ത്വന പരിചരണം നൽകുന്നത് ആർക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാന്ത്വന പരിചരണം നൽകുന്നത് കിടപ്പ് രോഗികൾക്കാണ്. സാന്ത്വന പരിചരണം നൽകുന്നത് കിടപ്പ് രോഗികൾക്കാണ് അല്ലെ, കിടപ്പ് രോഗികൾക്ക്. അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. KASP എന്നതിന്റെ പൂർണ്ണരൂപം KASP, കാസ്പ് എന്ന് പറയും. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. കാസ്പ് എപ്പോഴും ചോദിക്കാറുണ്ട്. KASP അത് എഴുതി കഴിയുമ്പോൾ കാസ്പ് എന്ന് വായിക്കാം നമുക്കല്ലേ. എന്താണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയും. KASP കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അടുത്തത് അമൃതം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അമൃതം ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി അല്ലെ. എന്തിനാണ്? ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി. ഏതാണ്? സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം എന്ന് പറയുന്ന പദ്ധതി. കുട്ടികളുടെ സാമൂഹിക മാനസിക ആരോഗ്യം, പൊതുവിജ്ഞാനം, കല, സാഹിത്യവാസനകൾ, വ്യക്തിത്വം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് രൂപം കൊടുത്ത പദ്ധതിയാണ് ചിറകുകൾ എന്ന് പറയുന്ന പദ്ധതി അല്ലെ. ചിറകുകൾ എന്ന് പറയുന്നത് നല്ലൊരു പദ്ധതി അല്ലെ. ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. ചിറകുകൾ എന്ന് പറയുന്ന പദ്ധതി നല്ലൊരു പദ്ധതിയാണ് അല്ലെ. എന്താണ്? കുട്ടികളുടെ സാമൂഹിക മാനസിക ആരോഗ്യം, പൊതുവിജ്ഞാനം, കലാ സാഹിത്യവാസനകൾ, വ്യക്തിത്വം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് രൂപം കൊടുത്ത പദ്ധതിയാണ് ചിറകുകൾ എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് ബാലമിത്ര എന്നൊരു പദ്ധതിയാണ് അല്ലെ. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് അങ്കണവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര. എന്താണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്താണ്. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് അങ്കണവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര എന്ന പദ്ധതി. അടുത്തതും കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. എന്താണെന്ന് നമുക്ക് നോക്കാം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ എന്ന് പറയുന്ന പദ്ധതി. എൽസ എന്താണ്? ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് എന്നാണ് അല്ലെ. എൽസയുടെ മുഴുവൻ രൂപം എന്താണ്? ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. അതാണ് എൽസ പദ്ധതി. ഏത് രംഗത്താണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അല്ലെ. സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അടുത്തത് മൃതസഞ്ജീവനി എന്ന പദ്ധതിയാണ് അല്ലെ. മൃതസഞ്ജീവനി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2012 അല്ലെ. എപ്പോഴാണ് മൃതസഞ്ജീവനി പദ്ധതിക്ക്? 2012 തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ മൃതസഞ്ജീവനി പദ്ധതിക്ക് തുടക്കം കുറിച്ച 2012. അപ്പൊ ആക്ച്വലി മൃതസഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി എന്താണ് മൃതസഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി? അതിതാണ്: മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ്. അവയവം ദാനം ചെയ്യുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. എന്താണ്? മസ്തിഷ്ക മരണം അല്ലെ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരാൾ മസ്തിഷ്ക മരണം സംഭവിച്ച് കിടക്കുകയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഏത് അവയവമാണോ ആ അവയവം ദാനം ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി. ഇനി പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കിടക്കയ്ക്കരികിൽ എത്തിക്കുന്ന പ്രാണ പദ്ധതി. ആ പദ്ധതിയുടെ പേരാണ് പ്രാണ പദ്ധതി അല്ലെ. എന്താണ്? പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കിടക്കയ്ക്കരികിൽ എത്തിക്കുന്ന പ്രാണ പദ്ധതി. കേരളത്തിൽ തുടക്കം കുറിച്ച ജില്ല തൃശ്ശൂരാണ്. പ്രാണ പദ്ധതി തൃശ്ശൂർ. അപ്പൊ നോക്കുക, പൈപ്പ് ലൈൻ വഴിയാണ് ഓക്സിജൻ കിടക്കയ്ക്കരികിൽ എത്തിച്ചു കൊടുക്കുന്നത് അല്ലെ. പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കിടക്കയ്ക്കരികിൽ എത്തിക്കുന്ന പ്രാണ പദ്ധതി കേരളത്തിൽ തുടക്കം കുറിച്ച ജില്ല തൃശ്ശൂരാണ്. കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസ കിരൺ ആണ് അല്ലെ. ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് അല്ലെ എന്ത് ചെയ്യും? കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകൾക്ക് പ്രതിമാസ ധനസഹായം നൽകും. ഇത് ആശ്വാസകിരൺ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഏത് രോഗത്തിന്റെ നിർമ്മാർജ്ജനാർത്ഥം കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ കേരളം. അക്ഷയ കേരളം എന്ന് പറയുന്നത് ക്ഷയം പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അക്ഷയ കേരളം. ഏത് രോഗത്തിന്റെ നിർമ്മാർജ്ജനാർത്ഥം കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ കേരളം പദ്ധതി? അത്
ക്ഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അക്ഷയ കേരളം പദ്ധതി ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്വിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ക്വിറ്റ് ലൈൻ. അപ്പോൾ ഇനിയിപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യാൻ പറയണം? അല്ലെ, അവരോട് എന്ത് ചെയ്യാൻ? ക്വിറ്റ് ലൈൻ എന്നൊരു പദ്ധതി ആരോഗ്യ വകുപ്പിലുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറയണം അല്ലെ. എന്നിട്ട് അതേപോലെ ചെയ്യാൻ പറയുക. എന്താണ് ക്വിറ്റ് ലൈൻ? ക്വിറ്റ് ലൈൻ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആരോഗ്യ വകുപ്പിൻ്റെതാണ്. പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് ഹീമോഫീലിയ രോഗികൾക്കാണ്. ഹീമോഫീലിയ രോഗികൾക്കായി നാഷണൽ ഹെൽത്ത് മിഷൻ അല്ലെ, നാഷണൽ ഹെൽത്ത് മിഷൻ ആരോഗ്യ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശാധാര പദ്ധതി. ഹീമോഫീലിയ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ ആരോഗ്യ കേരളമാണ് നടപ്പിലാക്കുന്നത് അല്ലെ. ആശാധാര എന്നാണ് പദ്ധതിയുടെ പേര് അല്ലെ. ഇനി നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ് എന്ന് പറയുന്നത്. നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ് എന്ന് പറയുന്നത്. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം എന്ന് പറയുന്ന പദ്ധതി. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം എന്ന് പറയുന്നത്. ഈ സ്നേഹപൂർവം ഇതേ പേരിൽ തന്നെ വേറൊരു പദ്ധതിയുടെ ഉണ്ട്. അപ്പോൾ അടുത്തത്, ജന്മന ഹൃദയ സംബന്ധമായ രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. അപ്പോൾ എന്താണ്? ജന്മന ഹൃദയ സംബന്ധമായ രോഗമുള്ള കുട്ടികൾക്കാണ് അല്ലെ, ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഹൃദയ രോഗ വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും അല്ലെ. ആ പദ്ധതിയാണ് ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി. ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും കേസ് നിങ്ങളുടെ പരിചയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് അറിയുക അല്ലെ. അത് ചെയ്താൽ അല്ലെ തന്നെ ഹോസ്പിറ്റലിൽ നവജാത ശിശുക്കളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാറുണ്ട് അല്ലെ. കേരളത്തിലെ ആയുഷ് ഗ്രാമം പദ്ധതി ആരംഭിക്കുന്ന ജില്ല മലപ്പുറമാണ്. കേരളത്തിലെ ആയുഷ് ഗ്രാമം പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതാണ്? മലപ്പുറമാണ്. ആയുഷ് ഗ്രാമം പദ്ധതി. ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ എന്ന് പറയുന്നത്. ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ എന്നാണ് ആ പദ്ധതിയുടെ പേര്. അടുത്ത പദ്ധതിയാണ് കാഴ്ച പരിമിതർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രമാണ് പുനർജ്യോതി. തിരുവനന്തപുരം ജില്ലയിലാണ്. കാഴ്ച പരിമിതർക്കായിട്ടാണ് പുനർജ്യോതി അല്ലെ. എന്തിനാണ്? കാഴ്ച പരിമിതർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രമാണ് പുനർജ്യോതി. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്രപരിശോധന നടത്തുകയും സൗജന്യമായി കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് മിഴി എന്ന് പറയുന്ന പദ്ധതി. എന്തിനാണ്? ഇത് സ്കൂൾ കുട്ടികൾക്കുള്ള പദ്ധതിയാണ് മിഴി പദ്ധതി. എന്തിനാണ്? സൗജന്യ നേത്രപരിശോധന നടത്തി അതേപോലെ സൗജന്യ കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് മിഴി എന്ന് പറയുന്ന പദ്ധതി. അത് നമുക്ക് ഓർക്കല്ലേ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് മിഴി അല്ലെ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ് അല്ലെ. ആവാസ് എന്താണ്? ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ് എന്ന് പറയുന്നത്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം എന്ന് പറയുന്നത്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം പദ്ധതി. അപ്പോൾ ഇന്ന് ഇത്രയും പഠിക്കാം. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.